ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ വിഷയത്തിലെ ചർച്ചകൾ എങ്ങും എത്താതിരിക്കുമ്പോൾ അമേരിക്ക മധ്യേഷ്യയിലേക്ക് അവരുടെ കപ്പൽ വ്യൂഹത്തെ അയക്കുകയും 50-ലേറെ യുദ്ധവിമാനങ്ങൾ വരും ദിവസങ്ങളിൽ എത്തിക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരു യുദ്ധത്തിനാണോ മധ്യേഷ്യ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് എന്നൊരു സംശയം ഇവിടെ ശക്തമാകുന്നു. ഇറാനെതിരായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഇടപെടലുകളിൽ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വ്യാപാര കാര്യങ്ങളിൽ അത്ര വലിയ കൈമാറ്റങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പോലും $168 കോടി വ്യവഹാരങ്ങൾ ഇറാനുമായി ഇന്ത്യ നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 9,000-ഓളം വിദ്യാർത്ഥികൾ ഇറാനിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. 9,000 ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ ആ മേഖലയിലൊരു യുദ്ധം ഉണ്ടായാൽ അവരെ തിരിച്ചെത്തിക്കാൻ സ്വാഭാവികമായി നമ്മൾ ഇത്തിരിയെങ്കിലും പാടുപെടേണ്ടി വരും. അത് ആ കുടുംബങ്ങളിൽ തന്നെ വലിയ മാനസിക സംഘർഷങ്ങൾക്ക് അവസരമുണ്ടാക്കും. മറ്റൊന്ന്, ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ ചബ്ബാർ എന്ന് പറയുന്ന പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയപ്പെടുന്ന ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോറിഡോറിലൂടെയാണ് ഇന്ത്യ യൂറോപ്പിലേക്കും റഷ്യയിലേക്കുമൊക്കെ കച്ചവടങ്ങൾ നടത്താൻ ഉപയോഗപ്പെടുത്തുന്ന മാർഗം. സ്വാഭാവികമായി ഈ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ചബാർ പോർട്ടിന്റെ നിർമ്മാണത്തിൽ വളരെ നിർണായക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഇന്നത്തെ ചില സൗകര്യങ്ങൾ യുദ്ധം സജീവമായാൽ നമുക്ക് നഷ്ടപ്പെടും. അത് നമ്മുടെ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കും. മറ്റൊന്ന്, ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ ഏകദേശം 5% ഇറാന്റെ പങ്കാളിത്തം. ഏതാണ്ട് 35 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഒരു ദിവസം ഇറാൻ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ഒരു യുദ്ധം മധ്യേഷ്യയിൽ ഉണ്ടാകുന്നത് ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവുണ്ടാക്കും. ഇപ്പോൾ തന്നെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങാതിരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് പകരം വെനിസ്വേലയിൽ നിന്ന് ഒരുപക്ഷെ വലിയ വിലയ്ക്ക് നമ്മൾ അമേരിക്കയുടെ നിർബന്ധപ്രകാരം ക്രൂഡ് ഓയിൽ വാങ്ങേണ്ടി വരുന്നത് മധ്യേഷ്യയിൽ ഒരു യുദ്ധമുണ്ടായാൽ വളരെ സ്വാഭാവികമായും ക്രൂഡ് ഓയിലിന് സംഭവിക്കാവുന്ന വലിയ വിലവർദ്ധനവ്, ഖത്തർ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് പ്രകൃതിവാതകങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിസന്ധികൾ നേരിടുന്നത്, അങ്ങനെ മൊത്തത്തിൽ യുദ്ധം ഇറാനികൾക്ക് മാത്രമല്ല, മധ്യേഷ്യക്ക് മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കും പ്രതികൂലമായ സാഹചര്യമുണ്ടാക്കും. അമേരിക്കയിലെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ഒരുപക്ഷെ യുദ്ധത്തിലൂടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും അമേരിക്കക്കാർക്ക് പോലും വലിയ ബാധ്യത ഉണ്ടാകുന്ന ഒരു യുദ്ധത്തിലേക്ക് വിഷയങ്ങൾ കടന്നു പോകാതെ, അതേസമയം ഇറാന്റെ അവകാശങ്ങളെ ജനാധിപത്യപരമായി മാനിക്കാൻ, മധ്യേഷ്യയിൽ സമാധാനം സംരക്ഷിക്കുവാൻ ഓരോ രാജ്യത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ അവരവർ നിർവഹിക്കേണ്ടതുണ്ട്. യുദ്ധം ഇറാന് മാത്രമല്ല ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധിപന്മാർ തിരിച്ചറിയട്ടെ.